ഹായ് ഹലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ വണ്ടിയിലിരുന്നിട്ടാണ് ഇൻട്രോ ഒക്കെ പറയാറ്. ഇന്നെന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സർപ്രൈസാണ്. നമ്മൾ ആക്ച്വലി പോണത് മധുരൈ മീനാക്ഷി ടെമ്പിൾ, അവിടെ 1 ഡേ സ്റ്റേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കൊടൈക്കനാൽ, അവിടെ ഒരു 2 days സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ഉണ്ട്. അത് മക്കളോട് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല, വീട്ടിലും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറ്റി ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട് വേറെ ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞേക്കുന്നത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വരുമ്പോൾ കുമളി വഴിയാണ് വരിക. അപ്പോൾ നാട്ടിലൊന്ന് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്, കാരണം ഇൻ കേസ് മലയാളമൊക്കെ കണ്ട് മനസ്സിലായാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയില്ല നാട്ടിൽ പോകണമെന്നിട്ട്. ഇവരെപ്പോഴും പറയും, ഒക്കെ നമ്മളെപ്പോഴും പറയും നമുക്ക് അപ്പൂപ്പനെ അച്ഛമ്മേനെ സർപ്രൈസ് ആക്കണം, പാറുവിനെ സർപ്രൈസ് ആക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവർ പാക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയിലെല്ലാം വെക്കാൻ വേണ്ടി താഴെ പോയേക്കാം. അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ടാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. വണ്ടിയിലിരുന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ലേ. അപ്പോൾ ഇനി ബാക്കിയൊക്കെ അവർ വരുമ്പോഴേക്കും ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ കാണാം. സ്റ്റാർട്ട് റെഡി. അങ്ങനെ ഒരു സെൽഫിയോട് കൂടി നമ്മൾ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിക്കും കേട്ടോ. അതൊരു പ്രത്യേക ഫീലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് വണ്ടിയിലിരുന്ന് കഴിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക ഫീലാണ്. അത് ലോങ് ട്രിപ്പ് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ ഇറങ്ങിയത് ഒരു 7 മണിക്കായിട്ടാണ് ഇറങ്ങിയത്. നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അതിന് നേരത്തെ ഇറങ്ങും, 4 മണിക്ക് ആകുമ്പോൾ ഇറങ്ങും. ഇതിപ്പോൾ മധുരയ്ക്ക് അതിന് ദൂരമില്ല, 7-8 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പോൾ ഒരു 7 മണിക്കായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. ഈ നല്ല ഭംഗിയുള്ള റോഡ് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി ക്യാമറയിൽ എത്തും. കണ്ടോ, 2 സൈഡ് പച്ചപ്പും നല്ല കുണ്ടും കുഴി ഇല്ലാത്ത റോഡും, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും, നിങ്ങൾ പറ. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഒരു 3 മണിയായപ്പോൾ നമ്മൾ മധുരയിൽ എത്തിയിട്ടോ. കുളിച്ച് ഫ്രഷായി ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇത് വെസ്റ്റ് ടവറിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. മധുരൈ മീനാക്ഷി ടെമ്പിളിൽ നമുക്ക് ഈ ടവറൊക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിലോട്ട് ക്യാമറ, ഫോൺ അതൊന്നും അലൗഡ് അല്ല. സ്മാർട്ട് വാച്ച് വരെ ഊരി വെച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് വിട്ടത് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഭയങ്കര ലെങ്ത് ആണ് ഈ ടവർ. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റും ആണ്, നല്ല കുത്തുപണികളുള്ള നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഉള്ളിലും അതെ അങ്ങനെ തന്നെയാണ്. 1000 കൽമണ്ഡപങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഒന്നും ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഇറങ്ങുമ്പോഴത്തെ രാത്രിയായിട്ടോ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാലും തൊഴാനൊക്കെ പറ്റി, നല്ല ഭംഗിയായിട്ട് തന്നെ തൊഴാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ കയറി കിടന്നു. രാവിലെ ഇറങ്ങണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ട് നമ്മൾ കൊടൈക്കനാൽ റൂട്ട് പിടിച്ചേക്കുവാണ്. അങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ടോ. ഹോട്ടൽ തമിഴ്നാട് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് ബാൽക്കണി വ്യൂ ആണ് കേട്ടോ. ഹൈ റേഞ്ച് ഒക്കെ ഉണ്ടാവുന്ന, നമ്മൾ ഷിംലയൊക്കെ പോയപ്പോൾ കണ്ട അതേപോലെ തന്നെയാണ്. തട്ടുതട്ടായിട്ടാണ് സിറ്റി ഉണ്ടാവുക. വീടുകളൊക്കെ കണ്ടോ ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ്. ഹൈ റേഞ്ച് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് പിന്നെ നമുക്ക് ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അടുത്തടുത്തുള്ള റോസ് ഗാർഡൻ, അതുപോലെയുള്ള ലേക്ക്, അങ്ങനെയൊക്കെയാണ് പോയത്. ഈ റോസ് ഗാർഡനിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ലേക്കാണ്. ലേക്കിൽ പോയാൽ പിന്നെ കുട്ടികൾക്ക് ബോട്ടിലൊക്കെ കയറേണ്ടി വരുമല്ലോ. അതൊക്കെ അവരുടെ ഒരു രസമല്ലേ. നമുക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇത് മാൻമെയ്ഡ് ലേക്കും അങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ലേ. നമ്മളവിടെ നമ്മുടെ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടൊക്കെ പോകുന്നതുകൊണ്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. സ്ഥിരം ബോട്ടിൽ പോകുന്നതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ കുട്ടികളുടെ സന്തോഷം അതൊക്കെയാണല്ലോ, അവർക്ക് ബോട്ടിംഗ് ഒക്കെ ഭയങ്കര ക്രേസ് അല്ലേ. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി. അതിനുശേഷം ചെറുതായിട്ട് മഴ പെയ്തതുകൊണ്ട് പിന്നെ എവിടെയും പോയില്ല. ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് കിടന്നു. പിറ്റേന്ന് നമ്മൾ പൂണ്ടി എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് പോയത് കേട്ടോ. സാധാരണ കൊടൈക്കനാൽ, ഗുണ കേവ്, സൂയിസൈഡ് പോയിന്റ് അങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നും അല്ല നമ്മൾ പോയത്.
അതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ എല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ പൂണ്ടി എന്ന് പറയുന്ന നല്ല മനോഹരമായ ഗ്രാമമാണെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പൊ പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയാണ്. പോണ വഴിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പൈൻ ഫോറസ്റ്റും അതുപോലെ യൂക്കാലി ട്രീ അങ്ങനെയുള്ള വഴികളായിരുന്നു, അതായിരുന്നു കൂടുതൽ ഭംഗി. വില്ലേജ് എന്ന് പറയുന്നത് എനിക്ക് അത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല. വഴികളാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് കേട്ടോ. അപ്പൊ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയോടൊക്കെയാണ് പോയത്. പിന്നെ ഇങ്ങനെ നമുക്ക് ഓരോരോ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അപ്പൊ അവിടെയൊക്കെ ഇറങ്ങി. നമ്മളിവിടെ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇവിടെ നിന്നാൽ പളനി വ്യൂ പോയിന്റ് കാണാന്നാണ് പറയണത് കേട്ടോ. നോക്കട്ടെ, ഇതാണ് പളനി വ്യൂ പോയിന്റ്. ഇവിടെ 2-3 മലകളുണ്ട്. ആ 2 മലകളുടെ ഇടയിൽ ഒരു വലിയ മല കാണാം. അതാണ് അവിടെ, അതിൽ നോക്കിയാലാണ് കാണുക. പക്ഷെ ഫുൾ കോടയായിരുന്നു. കോടമഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. പേട്ടൻ ഇവിടെ നല്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ല ഫോട്ടോ കേട്ടോ, ഞാൻ ആഡ് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ നോക്കിയാൽ, ആ 2 മലയുടെ ഇടയിൽ കൂടെ നോക്കിയാൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ക്യാമറയിൽ അങ്ങനെ കാണില്ല. നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവും, അങ്ങനെയുള്ളൂ കേട്ടോ. അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണില്ല. പളനി വ്യൂ കാണാൻ പോയിട്ട് നിറച്ച് കോടയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും, പക്ഷെ വീഡിയോയിൽ ഒട്ടും ക്ലിയർ ഉണ്ടാവില്ല. ഇതാണ് പൂണ്ടി വില്ലേജിലേക്ക് പോകുന്ന എൻട്രി വേ ആണ് കേട്ടോ. ഈ ഒരു തിരിഞ്ഞാണ് നമ്മൾ വില്ലേജിലോട്ട് കടക്കുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് 1-2 ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു വാട്ടർഫോൾസും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇങ്ങനെ പൂണ്ടി വില്ലേജിലേക്കാണ് നമ്മൾ ഇറങ്ങണത്. ഇത് ഇവരുടെ സിറ്റിയാണ്, ഈ പൂണ്ടി സിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും ഗ്രാമപ്രദേശമാണ്. അതിൻ്റെ ഉള്ളിലോട്ട് വെറുതെ വ്യൂ മാത്രമേ ഉള്ളൂ, നല്ല ഏരിയ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് അവിടെ ഒരു ഡെസ്റ്റിനേഷനോ അങ്ങനെ ഒന്നുമില്ല. നല്ല പരന്ന് കിടക്കുന്ന ഗ്രാമം അങ്ങനെ കാണാം. കുറെ കാലികളെ മേയ്ക്കുന്നതും കന്നുകാലികളെ മേയ്ക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. കൃഷി, ക്യാരറ്റ് കൃഷി. ഈ നമ്മൾ മൂന്നാറിൽ തേയില സ്റ്റെപ്പ് ആയിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെ സ്റ്റെപ്പ് ആയിട്ട് ഫുള്ള് ക്യാരറ്റും വെളുത്തുള്ളിയും അങ്ങനത്തെയൊക്കെ കൃഷിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്, ഈ ഭാഗത്തുള്ളത്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്. ആ വഴിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് അമ്പലം കേട്ടോ. അതിന്റെ വ്യൂ കാണിക്കാം. സാധാരണ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന കൂട്ട് അമ്പലം അല്ലായിരുന്നു. സാധാരണ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഭയങ്കര കുത്തുപണികളൊക്കെ ആയിട്ട് വലിയ ഗോപുരം പോലെയുള്ള അമ്പലങ്ങളാണ് ഉണ്ടാവുക. അതല്ല, ഇത് ഒരു ചെറിയൊരു അമ്പലമായിരുന്നേ. ദേ ആ സൈഡിൽ കാണുന്നില്ലേ, ആ മൂലയിൽ ഒരു ചെറിയൊരു റൂം പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ 2 വാഴത്തൈകൾ വെച്ചിട്ടുള്ള പോലെ, അതാണ് ശരിക്കും അമ്പലം കേട്ടോ. എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടനും മക്കളും മാത്രമാണ് കയറിയത്. അവിടെ പ്രസാദം കിട്ടിയത് പായസവും പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെയാണ് അവിടെ പ്രസാദമായിട്ട് കൊടുത്തിട്ട്. അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. അമ്മ അവിടെ ചോക്ലേറ്റ് ഒക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ വെളുത്തുള്ളി കച്ചവടം ചെയ്യുന്നതുണ്ട്. വെളുത്തുള്ളി അതുപോലെ തേങ്ങ അങ്ങനത്തെ ഒക്കെ കച്ചവടം. ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലെ വഴിയിൽ ഫുള്ള് ഇങ്ങനെ കാട്ടിലെ വെളുത്തുള്ളിയാണ്. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള വെളുത്തുള്ളിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് തന്നെ. നല്ല വിലയാട്ടോ, 250, 350, 450 ആ ഒരു റേഞ്ചൊക്കെയാണ്. ചില ചെറുതുങ്ങളൊക്കെ 150 വരെ ചെറിയ വെളുത്തുള്ളിന്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വില കൂടിയിട്ട് വരും. നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, നല്ല മരുന്ന് ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് ഈ വെളുത്തുള്ളി. അതാണ് പിന്നെ നമ്മൾ മേടിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ പൂണ്ടിയുടെ ഗ്രാമപ്രദേശങ്ങൾ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചൊക്കെ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല സ്ഥലമാണ് ശരിക്കും. നമ്മൾ മൂന്നാറിൽ ഇങ്ങനെ തേയിലത്തോട്ടം അടുക്കായിട്ടുണ്ടാവില്ലേ, അതുപോലെ ഇവിടെ കൃഷി വേറെയാന്നേ ഉള്ളൂ. കാണാൻ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഭംഗിയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മൂന്നാറിൻ്റെ അത്രയും ഭംഗി എനിക്ക് ശരിക്കും കൊടൈക്കനാലിന് തോന്നിയില്ല. അതിനി എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ആ പൂണ്ടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊടൈക്കനാൽ സിറ്റി ഫുള്ള് കാണാമെന്നാണ് പറയണത്. അപ്പം അങ്ങനെ നമ്മൾ കുറേ നേരം കറങ്ങിയിട്ട് തിരിച്ചു. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ കുമ്മളി വഴി നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ചായ കുടിക്കാൻ പറ്റിയ വല്ല കട, ചായ കുടിക്കാൻ വല്ല കടയുണ്ടോ നോക്കിയേ. നോക്ക, അമ്മാള് നോക്കിയത് എവിടെയാന്ന്. ചായ കുടിക്കാൻ വല്ല കടയുണ്ടോ നോക്കിയേ. എല്ലാ കട അടച്ചിട്ടേക്കാണോ?
എന്തോ ആണോ ആണോ എവിടെ അമ്മാളത്? അമ്മാളെ സ്ഥലം അമ്മ പറ്റിച്ചൊന്നുമില്ല. അവിടെ ഒരാളിരിക്കണ്ടേ? അവിടെ ഇരിക്കാതെ നാളെ പോകണം. എങ്ങനെയുണ്ട് അക്ക അമ്മയുടെ സർപ്രൈസ്? എങ്ങനെയുണ്ട്? അവരാണ്ടാ കല്ലിട്ടോട്ട് പോയി. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പുറത്തു പോയി കരുതിട്ട് ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഫേസ് കാണാൻ വേണ്ടി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. നമ്മൾ ഒരു ദിവസം നിന്നുള്ളൂ കേട്ടോ, പിറ്റേന്ന് തന്നെ പോന്നു. വിഷുവിന് വരാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് സ്കൂളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 2 ആഴ്ച സമ്മർ വെക്കേഷൻ പോണതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ എല്ലാവരും തിരിച്ചു വരികയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും.